ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമ്മളിന്നും അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ജനുവരി 28 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സ്മൃതി മന്ദാന ക്രൗണ്ട് ICC വിമൻസ് വൺഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ഫോർ 2024. 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി സ്മൃതി മന്ദാന തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. സ്മൃതി മന്ദാന, ജസ്പ്രീത് ബുംറ എന്നിവർ ആണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് പേജിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട താരങ്ങൾ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടിയത് ആരാണ്? സ്മൃതി മന്ദാന. ഇന്ത്യയുടെ പ്രൊഫഷണൽ ക്രിക്കറ്റ് താരമായിട്ടുള്ള സ്മൃതി മന്ദാന 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടി. അതായത് വൺ ഡേ ഇന്റർനാഷണലാണത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വൺ ഡേ ഇന്റർനാഷണലാണ് സ്മൃതി മന്ദാന ICC വുമൻസിന്റെ ആ ഒരു ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. 2024 ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജസ്പ്രീത് ബുംറ. മെൻസിലാണെങ്കിൽ ടെസ്റ്റ് മത്സരത്തിലാണ് ICC മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ആയിട്ടാണ് ജസ്പ്രീത് ബുംറ സെലക്ട് ആയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം 13 മാച്ചിലായിട്ട് 71 വിക്കറ്റ്സ് ആണ് ജസ്പ്രീത് ബുംറ എടുത്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. സ്മൃതി മന്ദാന, അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ ഇവരെ ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. 2024 പുറമെ ഏത് 2 വർഷത്തിലാണ് സ്മൃതി മന്ദാന ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടിയത്? 2018, 2022. അപ്പൊ ഇതിനു മുമ്പ് 2 പ്രാവശ്യം സ്മൃതി മന്ദാന ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇത് 3ാമത്തെ വർഷമാണ്, അതായത് 2024 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ടും സ്മൃതി മന്ദാന സെലക്റ്റഡായി. 2024 ICC വനിതാ ഏകദിന ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിതാ ബാറ്റ്സ്മാൻ സ്മൃതി മന്ദാന. 13 ഇന്നിംഗ്സിൽ 747 റൺസ്. അപ്പോൾ 13 ഇന്നിംഗ്സിലാണ് 747 റൺസ് നേടിയിട്ടുള്ളത് സ്മൃതി മന്ദാന. ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ വൺ ഡേ ഇന്റർനാഷണലിലെ സ്മൃതി മന്ദാന ICC വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത്. 13 ഇന്നിംഗ്സിൽ 747. ജസ്പ്രീത് ബുംറയാണെങ്കിൽ 13 മാച്ചുകളിലായിട്ട് 71 വിക്കറ്റ്സ് ആണ് നേടിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഉത്തരാഖണ്ഡ് ബിക്കംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി മാറി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ ഏറ്റവും വലിയൊരു മാറ്റം, ഒരു ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത്. അതായത് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യൂണിഫോം സിവിൽ കോഡ് സ്വീകരിച്ച 2025 ജനുവരി 27 ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ആണ് ഈ കഴിഞ്ഞ, അതായത് ഇന്നലെ 2025 ജനുവരി 27 ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറി ഉത്തരാഖണ്ഡ്, ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അഡോപ്റ്റ് ദി യൂണിഫോം സിവിൽ കോഡ്. ഇനി ആ സംസ്ഥാനത്ത് എല്ലാ മതക്കാർക്കും ഒരേ തരത്തിലുള്ള നിയമങ്ങളായിരിക്കുള്ളൂ. മാരേജ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിട്ട്, അല്ലെങ്കിൽ പാരൻസിന്റെ ആ പ്രോപ്പർട്ടി, അതെല്ലാം തന്നെ ഈക്വൽ എന്ന ലെവലിലായിരിക്കുള്ളൂ അവർക്ക് വരുന്നത്. അതിപ്പോൾ ഏത് മതമായാലും പോലും അവിടെ എല്ലാവർക്കും വരുന്ന ഈക്വാലിറ്റി എന്ന ലെവലിലാണ്. ഇപ്പോൾ ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ, അത് ഏവർക്കും ബാധകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് യൂണിഫോം സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44ലാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 44. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് തുടക്കമിട്ട ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡിന്റെ ഇപ്പോഴത്തെ നിലവിലെ ചീഫ് മിനിസ്റ്റർ ആണ് പുഷ്കർ സിംഗ് ധാമി. അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡർഷിപ്പിലാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്:
ഫിനാൻസ് മിനിസ്റ്റർ സീതാരാമൻ ടു പ്രസന്റ് യൂണിയൻ ബഡ്ജറ്റ് 2025-26 ഓൺ ഫെബ്രുവരി 1. 2025-26 കേന്ദ്ര ബഡ്ജറ്റ് ഫെബ്രുവരി 1 ഫിനാൻസ് മിനിസ്റ്റർ സീതാരാമൻ അവതരിപ്പിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് വരാൻ പോകുന്ന ഫെബ്രുവരി 1 ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 1 പാർലമെന്റിൽ 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് ആരാണ് അവതരിപ്പിക്കുക? ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇപ്പോഴത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. വരാൻ പോകുന്ന ഫെബ്രുവരി 1 ഇന്ത്യയുടെ 2025-26 ഫിനാൻസ് ഇയർ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്ര തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു? തുടർച്ചയായി 8 കേന്ദ്ര ബഡ്ജറ്റുകൾ, 8 കോൺസിക്യൂട്ടീവ് യൂണിയൻ ബഡ്ജറ്റ്സ്. കോൺസിക്യൂട്ടീവ് എന്നാൽ തുടർച്ചയായി. ഇപ്പൊ 8 തുടർച്ചയായിട്ടുള്ള യൂണിയൻ ബഡ്ജറ്റ്സ് ആണ് ഇപ്പോൾ ഫെബ്രുവരി 1 അവതരിപ്പിച്ച് കഴിയുമ്പോൾ വരുന്നത്. നിലവിൽ ഇപ്പോൾ 7 എന്നാൽ വരാൻ പോകുന്ന ഈ ഫെബ്രുവരി 1 അവതരിപ്പിക്കുമ്പോൾ 8ാമത്തെ പ്രാവശ്യമായിരിക്കുള്ളൂ നിർമ്മല സീതാരാമൻ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി 6 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറികടന്നത് ഏത് വർഷമാണ്? 2024 ജൂലൈ 23. 2024 ജൂലൈ 23 കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമൻ, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 3ാമത്തെ ടേം ആരംഭിച്ച ജൂൺ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ബഡ്ജറ്റ് ആണ്, ഇടക്കാല ബഡ്ജറ്റ് ആണ് ജൂലൈ 23 കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത്. ഇതിലൂടെ തന്നെ നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായിയുടെ 6 ബഡ്ജറ്റ് അതിനെ മറികടന്നുകൊണ്ട് 7ാമത്തെ ബഡ്ജറ്റ് ആയിട്ട് മാറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായി ശ്രീമതി നിർമ്മല സീതാരാമൻ ഏത് വർഷത്തിലാണ് അധികാരമേറ്റത്? 2019 ജൂലൈ. 2019 ജൂലൈ മുതൽ ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. 8ാമത്തെ ബഡ്ജറ്റ് ആണ് വരാൻ പോകുന്ന ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: എം മോഹൻ അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ ഓഫ് ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറായി എം മോഹൻ നിയമിതനായി. ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ഇതിന്റെ ഡയറക്ടർ ആയിട്ട് എം മോഹൻ നിയമിതനായി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? എം മോഹൻ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ച കാര്യം. ISROയുടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു ഭാഗമാണ് LPSC. എം മോഹനെ നിയമിക്കുന്നതിന് മുമ്പ് ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ ആണ് ഇപ്പോൾ ISROയുടെ ചെയർമാൻ. ISROയുടെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ വി നാരായണൻ, അദ്ദേഹമായിരുന്നു LPSC, അതായത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് എം നാരായണൻ ചെയർമാൻ ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള S സോംനാഥ്, അതല്ലെങ്കിൽ K ശിവൻ, ഇവരെല്ലാവരും തന്നെ LPSCയിലെ ഡയറക്ടേഴ്സ് ആയിരുന്നു. LPS ഡയറക്ടേഴ്സ് ആയിരുന്നു K ശിവൻ. അവിടെ നിന്നാണ് അദ്ദേഹം ISROയുടെ ചെയർമാൻ ആയിട്ടുള്ളത് 2018. പിന്നീട് ഡോക്ടർ S സോംനാഥ്, അദ്ദേഹം 2022 ISROയുടെ ചെയർമാൻ ആയി അദ്ദേഹം LPSC നിന്നാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഡോക്ടർ വി നാരായണൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അദ്ദേഹവും LPSCയുടെ ഡയറക്ടർ ആയിരുന്നു. ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആസ്ഥാനവും ഡിസൈൻ ഓഫീസും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വലിയമല, തിരുവനന്തപുരം. ഇപ്പൊ ISROയുടെ LPSCക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്, ഒന്ന് ബാംഗ്ലൂരും മറ്റൊന്ന് തിരുവനന്തപുരം. എന്നാൽ LPSCയുടെ ഡിസൈൻ ഓഫീസ് ഇത് ഉള്ളത് വലിയമല, തിരുവനന്തപുരത്താണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇൻഡോർ ആൻഡ് ഉദയ്പൂർ ബിക്കേം ദി ഫസ്റ്റ് 2 ഇന്ത്യൻ സിറ്റീസ് ടു ജോയിൻ റംസാർ സൈറ്റ്. റംസാർ സൈറ്റുകളിൽ ചേരുന്ന ആദ്യത്തെ 2 ഇന്ത്യൻ നഗരങ്ങളായി ഇൻഡോറും ഉദയ്പൂറും. സാധാരണയായിട്ട് തണ്ണീർത്തടങ്ങൾ ആണ് റംസാർ സൈറ്റിൽ ഉള്ളത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, 2 സിറ്റീസ് ആണ് ഇപ്പോൾ റംസാർ സൈറ്റിൽ ഭാഗമായിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിലെ 2 സിറ്റീസ് റംസാർ സൈറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് ഇൻഡോറും മറ്റൊന്ന് ഉദയ്പൂർ ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 31 വെറ്റ്ലാൻഡ് അംഗീകൃത നഗരങ്ങളുടെ ലോക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ 2 നഗരങ്ങൾ ഏതാണ്?
ഇൻഡോറും ഉദയ്പൂരും. അതായത് റംസാർ സൈറ്റ് നിരവധിയുണ്ട്. എന്നാൽ സിറ്റിയെ ബന്ധപ്പെട്ട റംസാർ സൈറ്റ് ഇന്നിപ്പോൾ ലോകത്തുള്ളത് 31. ഇതിലാണിപ്പോൾ ഇൻഡോറും ഉദയ്പൂരും ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. പിച്ചോള, ഫത്തേസാഗർ, രംഗ് സാഗർ, സ്വരൂപ് സാഗർ, ദൂതലായി എന്നീ 5 പ്രധാന തണ്ണീർത്തടങ്ങൾ ഏത് നഗരത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു? രാജസ്ഥാനിലെ ഉദയ്പൂർ. ഇപ്പോൾ ഉദയ്പൂർ എന്ന ആ സിറ്റി, അതിനു ചുറ്റുമുള്ള 5 തണ്ണീർത്തടങ്ങൾ ആണ് പിച്ചോള, ഫത്തേസാഗർ, രംഗ് സാഗർ, സ്വരൂപ് സാഗർ, ദൂതലായി. ഈ 5 തണ്ണീർത്തടങ്ങൾ ചുറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റിയാണ് ഉദയ്പൂർ. ഉദയ്പൂരും അതുപോലെ തന്നെ ഇൻഡോറും ഈ 2 സിറ്റീസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റംസാർ സൈറ്റിൽ വന്നിട്ടുള്ള 2 സിറ്റീസ്. 2025 ജനുവരി പ്രകാരം ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകളുണ്ട്? 85 റംസാർ സൈറ്റുകൾ. ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോൾ 85 റംസാർ സൈറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വേൾഡിൽ 2400 റംസാർ സൈറ്റ്സ് ആണുള്ളത്. ഏത് റംസാർ കൺവെൻഷനിലാണ് അവയുടെ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതോ ആയ തണ്ണീർത്തടങ്ങളെ വിലമതിക്കുന്ന നഗരങ്ങളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്? ഉറുഗയിൽ നടന്ന റംസാർ കൺവെൻഷൻ 2015 COP12. അതായത് നഗരങ്ങളെ കൂടി റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത് 2015 2015 COP12 എന്ന കൺവെൻഷനിലെ റംസാർ കൺവെൻഷനിലാണ് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. 2015 COP12 നടന്നിട്ടുള്ളത് ഉറുഗയിലാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ബെലാറൂസ് ഇൻകംബന്റ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വിൻസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ബെലാറൂസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വിജയിച്ചു. ബെലാറസ് എന്ന രാജ്യത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് ആ രാജ്യത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലുക്കാഷെങ്കോ വിജയിച്ച കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബെലാറൂസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത്? അലക്സാണ്ടർ ലുക്കാഷെങ്കോ. അലക്സാണ്ടർ ലുക്കാഷെങ്കോ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. ബെലാറസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. ബെലാറസിന്റെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രസിഡന്റ് ആരാണ്? അലക്സാണ്ടർ ലുക്കാഷെങ്കോ. അലക്സാണ്ടർ ലുക്കാഷെങ്കോ ആണ് ബെലാറസിന്റെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി. ഏത് വർഷമാണ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ബെലാറസിന്റെ നിലവിലുള്ളതും ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിതമായ പ്രസിഡന്റ്? 1994 ജൂലൈ 20. 1994 ജൂലൈ 20 മുതൽ അലക്സാണ്ടർ ലുക്കാഷെങ്കോ ആണ് ബെലാറസിന്റെ പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിക്കുന്ന ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത് ബെലാറസിന്റെ അലക്സാണ്ടർ ലുക്കാഷെങ്കോയാണ്. ബെലാറസ് എന്ന രാജ്യം ഇത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. റഷ്യ, ഉക്രൈൻ ഇവയെല്ലാം ഇതിന്റെ ബോർഡേഴ്സ് ആണ്. ബെലാറസിന്റെ ക്യാപിറ്റൽ ആണ് മിൻസ്ക്. മിൻസ്ക് ആണ് ക്യാപിറ്റൽ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 91.8 ലക്ഷമാണ് ബെലാറസിന്റെ പോപ്പുലേഷൻ. ബെലാറസിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു താരമാണ് ആരിയാന സബ്ലങ്ക. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.